മാനന്തവാടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സും എതിർ ദിശയിൽ വന്ന ചരക്ക് ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. MC റോഡിൽ കുളനട ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം രാവിലെ 6:10 കൂടിയാണ് അപകടം ഉണ്ടായത്. ബസ്സിൻ്റെയും അതോടൊപ്പം തന്നെ ലോറിയുടെയും ഫ്രണ്ട് ക്യാബിനുകൾ പരിപൂർണമായി തകർന്ന അവസ്ഥയിലായിരുന്നു. അതിനാൽ തന്നെ ഉള്ളിൽ കുടുങ്ങിയ ഇരു വാഹനങ്ങളുടെയും ഡ്രൈവർമാരെ പുറത്തെടുക്കാൻ ഏറെ വൈകി. ഏറ്റവും അവസാനം പുറത്തെടുത്തത് സ്വകാര്യ ബസ്സിൻ്റെ ഡ്രൈവറെയാണ്. അപ്പോൾ ഏറെക്കുറെ സമയം 8 മണിയോട് അടുത്തിരുന്നു. മാധ്യമപ്രവർത്തകൻ കൂടിയായ സനൽ അദ്ദേഹത്തിൻ്റെ വീടിന് മുൻപിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വലിയ ശബ്ദം കേട്ടുകൊണ്ട് ഓടി വരുന്ന സമയത്ത് ബസ്സും ലോറിയായിട്ട് ഇടിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ബസ്സിനുള്ളിൽ സ്ത്രീകളെ എടുക്കാൻ വേണ്ടിയിട്ട് വാതിൽ തുറക്കാൻ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു. പിന്നെ എമർജൻസി വാതിൽ തുറന്നിട്ടാണ് ഇവരെ ഇറക്കുന്നത്. ഈ സമയത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരെ വാഹനത്തിനുള്ളിലുണ്ടായിരുന്നു. അതിൽ പലരുടെയും തലയും മുഖമൊക്കെ പൊട്ടിയ നിലയിലായിരുന്നു. പലരും അബോധാവസ്ഥയിലായിരുന്നു. ഇവരെ എല്ലാം എടുത്തെങ്കിലും ബസ്സിൻ്റെയും ലോറിയുടെയും ഡ്രൈവർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവരുടെ സ്റ്റിയറിങ്ങിനുള്ളിൽ കുടുങ്ങി കിടക്കുന്ന നിലയിൽ വണ്ടിയുടെ ഏകദേശം ലോറിയുടെ മുൻഭാഗം ബസ്സിനുള്ളിലേക്ക് കയറി ഡ്രൈവർ സീറ്റിലേക്ക് അടുത്ത് വരെ വന്നിരിക്കുന്ന നിലയിലായിരുന്നു. വീണ്ടും 1.25 മണിക്കൂറോളം പണിപ്പെട്ടിട്ടാണ് ഇവരെ പുറത്തേക്ക് എടുത്തത്. MC റോഡിൽ ഈ അപകട സ്ഥലത്ത് എത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബസ്സിന്റെ ഡ്രൈവർ ഒരുപക്ഷെ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ്. തെറ്റായ ദിശയിലേക്ക് വാഹനത്തിന്റെ വലതുവശത്തേക്ക് കയറി എതിർ ദിശയിൽ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. 2-3 സ്ത്രീകൾക്കും നല്ല സീരിയസ് ആയിട്ടുള്ള പരിക്കുള്ളവരുണ്ട്. പിന്നെ KM ചെറിയാൻ ഹോസ്പിറ്റലിലും കല്ലിശ്ശേരി ഹോസ്പിറ്റലിലും പന്തള ഹോസ്പിറ്റലിലുമായിട്ടാണ് ഉള്ളവരെ പരിക്ക് പറ്റിയവരെ മാറ്റിയിരിക്കുന്നത്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.